ഗോഡ്, ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. പിങ്ക് കളറിലെ ബോംബെപ്പൂട, ആ കളർഫുള്ളായ ആകാശവും നാളത്തെ ഉദയമാണ് ഈ അസ്തമയം സൂചിപ്പിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇടിക്കാൻ പറ്റുന്ന ബസ് സുഹൃത്തുക്കളെ. മൊത്തം ഓട്ടോകൾ കണ്ടോ, എല്ലാത്തിനും മഞ്ഞയും കറുപ്പുമാണ് നിറം. പക്ഷേ ലേഡീസ് ഓടിക്കുന്ന ഓട്ടോയ്ക്ക് മാത്രമായിരിക്കും ഈ ഓറഞ്ച് കളർ. നിറച്ച് ഓട്ടോകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, ബസ്സുകളും പിന്നെ ക്യാബും. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ബോരിവലി റെയിൽവേ സ്റ്റേഷൻ. അത് തന്നെ 3 പ്രാവശ്യം എഴുതി വെച്ചേക്കുന്നത് ബോരിവലി 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 എന്ന്. ബോറിവലിയുടെ വെസ്റ്റേൺ റെയിൽവേയുടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അത് പോവാണ് വിഷ്ണു. അളിയാ, സ്ഥലം എവിടെ നോക്കിയിട്ട് പോണേ. സുഹൃത്തുക്കളെ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അല്ല റെയിൽവേ ലൈനിൻ്റെ സൈഡിൽ കാണുന്നത് വേസ്റ്റാണ് സുഹൃത്തുക്കളെ. എനിക്ക് എങ്ങനെയുണ്ട് എന്നാടാ അത്? ഹ്യൂജ് വേസ്റ്റ് ആ റെയിൽവേ ലൈനിൻ്റെ സൈഡിൽ കവറിനകത്ത് വെച്ച് പ്ലാസ്റ്റിക് അവർ കെട്ടിക്കൂട്ടി വെച്ചേക്കുന്നു. ഇതാ ട്രെയിൻ പോകുന്നു. ഈ ട്രെയിനായിരിക്കും നമുക്ക് പോകേണ്ടത്. സുഹൃത്തുക്കൾ, നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 50 രൂപ അല്ല, ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ. 2 പേർക്കൂടി 20 രൂപ. നമുക്ക് ജൂഹു ബീച്ചിൻ്റെ അടുത്ത് ഉള്ള സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. ട്രെയിനുകൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടിരിക്കുകയാണ്. വേറെ ട്രെയിൻ പോകുന്നു, ബോരിവലി. ചിലർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ കൈകൊണ്ട് പിടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. എനിക്കറിയത്തില്ല, നിങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ചിലർ പറയുന്നത് നമ്മുടെ പ്രൈവസി ആണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം പ്രൈവസി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതാണ് ഇവർ പറയുന്നത്. നമ്മൾ പബ്ലിക്കിലായിരിക്കുമ്പോൾ, പൊതു സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ പ്രൈവസി എന്നത് മറ്റൊരാൾ നമുക്ക് തരേണ്ടതല്ല. നമ്മുടെ ഫേസ് നമുക്ക് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് മാസ്ക് വിയർ ചെയ്യാം, മാസ്ക് ധരിക്കാം. എല്ലാ പ്രൈവറ്റ് കടകളിലും, എല്ലാ പ്രൈവറ്റ് ബാങ്കുകളിൽ, ATM കൗണ്ടറുകളിൽ, ബാങ്കുകളിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ, മുഴുവൻ സ്ഥലങ്ങളിലും, എന്തിന് തെരുവോരങ്ങളിൽ വരെ ക്യാമറകൾ മാറി, സെക്യൂരിറ്റി ക്യാമറകൾ മാറി. അതിലും കവിഞ്ഞ് 360 ക്യാമറകൾ വരെ. ആ വെച്ചിരിക്കുന്ന ക്യാമറകൾക്കടിയിൽ കൂടെ നടക്കുന്ന നമ്മൾ. അതുമാത്രമല്ല, അതിനപ്പുറം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യാത്തവരാരുമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ എത്രമാത്രം സെക്യൂർഡ് ആണെന്ന് നമുക്കറിയാമെന്ന്. ഇത്രയും വലിയ ഫേസ്ബുക്ക് പോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇത്ര ലക്ഷക്കണക്കിന് പേരുടെ പ്രൊഫൈലുകൾ ലീക്കായിട്ടുണ്ട്, ഡാറ്റകൾ ലീക്കായിട്ടുണ്ടെന്ന്. പക്ഷേ പബ്ലിക് സൈഡിൽ ആരെങ്കിലും ക്യാമറ ഉപയോഗിക്കുന്നതിനെ എൻ്റെ മുഖം അനത്ത് വരരുത് എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. കാരണം അത് നിയമപ്രകാരം 66E വരുന്ന പ്രൈവറ്റ് മാറ്റേഴ്സ് അല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും തിരക്കേറിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ട്രെയിൻ കയറാൻ വേണ്ടി. ട്രെയിൻ ഇപ്പം വരുമോയെന്ന് അറിയത്തില്ല സുഹൃത്തുക്കളെ. ഭയങ്കര സ്ലോ ഉള്ള ട്രെയിനാണെന്ന് പറഞ്ഞത്. വില്ലേ പാർലേ. നടന്നു എത്ര ദൂരമുണ്ടെന്ന് പറഞ്ഞു? 3.5 കിലോമീറ്റർ ഓട്ടോയ്ക്ക് പോയാൽ. ഇപ്പോൾ തന്നെ സമയം 6 മണി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് നമുക്കിനിയും 15 മിനിറ്റ് ഭയങ്കര വിലപ്പെട്ട സമയമാണ്.
ഭായ് ജൂഹു ബീച്ച്. ഭയങ്കര തിരക്കേറിയ വഴികളാണ്. നിങ്ങൾ ഇത്രയും സമയം വൈകുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോകുന്നതായിരിക്കും അതിൻ്റെ ബെറ്റർ ഓപ്ഷൻ. കാരണം തീരെ വെട്ടമില്ലാത്ത സമയത്ത് ബീച്ചിലൊക്കെ കാര്യമൊന്നുമില്ല. എന്നാൽ വൈകുന്നേരം വന്നാൽ മതി ഞങ്ങൾ ചിന്തിച്ചു. കാരണം ഈ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ കൊടും വെയിലത്ത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണങ്ങി വരണ്ടു പോത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പകല് കുറേ യാത്രകൾ ചെയ്ത് കഴിഞ്ഞു, കുറേ ട്രാവലിംഗ് വഴികൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ ചെയ്യുന്ന പോലൊന്നും അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അടുത്തടുത്ത് പ്ലേസുകളില്ല, നമ്മൾ സഞ്ചരിക്കാൻ ടൂ വീലേഴ്സ്, നമ്മുടെ പ്രൈവറ്റ് വണ്ടികളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് പബ്ലിക് വെഹിക്കിൾസിൽ ആശ്രയിക്കുമ്പോൾ തന്നെ അല്പം താമസിക്കും. കാഴ്ചകൾ ഒരു ദിവസം കാണാൻ കുറച്ച് വൈകും. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. ചെറിയ ചെറിയ പ്ലേസുകളല്ല, എല്ലാം നല്ല എമ്മണ്ട പ്ലേസുകളാണ്. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതും ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണുക, ഫോളോ ചെയ്യുക. വീഡിയോയുടെ അവസാനം വരെ കാണാൻ മറക്കരുത്. അതാണ് ക്യൂ നിൽക്കുന്നത്, ഈ വലിയ നീണ്ട ക്യൂ, മൊത്തം പിള്ളേരാണല്ലോ. ഇതെടുക്കും. അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ നാട്ടുകാരിങ്ങനെ റോഡിൽ നിൽക്കുന്നത് അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ അന്നദാനം കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാനുള്ള തിരക്കാണ്. റോഡ് സൈഡിൽ പലയിടത്തായി കാണുന്നത് മൊത്തം അതാണ്. ജൂഹു ബീച്ചിലേക്കുള്ള യാത്രക്കിടയിൽ ഓട്ടോക്കാരൻ ചേട്ടനോട് വിശേഷങ്ങൾ തിരക്കി ഹിന്ദിയിലുള്ള വിഷ്ണുവിന്റെ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോക്കാരൻ ചേട്ടന്റെ പേര് സന്തോഷ്. 11 വർഷമായി ഇവിടെ ഓട്ടോ ഓടുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലാണ് പുള്ളിയുടെ താമസം. ഞങ്ങൾ കേരളത്തിൽ നിന്നുമാണ് എന്നറിഞ്ഞപ്പോൾ പുള്ളിക്കും മലയാളി സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ റോഡിലെ തിരക്കിനെക്കുറിച്ചും വഴിയിൽ കാണുന്ന മെട്രോയുടെ പണിയെക്കുറിച്ചുമായി കഥകൾ. പോകുന്ന വഴിക്കെല്ലാം വലിയ വലിയ ട്രാഫിക് ബ്ലോക്ക് കാണാം. यहाँ पे बहुत भीड़ है, जो भी गाड़ी है सारी एकदम फुल है. हाँ, प्राइवेट है, ट्रांसपोर्ट है, सब है. अभी तो ट्रैफिक शुरू होगा ना अभी, और अभी तो ऑफिस छूटने का टाइम हो गया होगा. ये लोग പോകുന്ന വഴിക്ക് വളരെ മോഡേൺ ഷോപ്പിംഗ് സെന്ററുകൾ നിറഞ്ഞിരിക്കുന്നതും അതിന്റെ മുമ്പിലെല്ലാം തണൽ വൃക്ഷങ്ങളും റോഡ് സൈഡിലെ പാർക്കിംഗ് സ്ലോട്ടുകളും എല്ലാം ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ തെരുവ് കച്ചവടങ്ങൾ കോർപ്പറേഷൻ നിരോധിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വിഷ്ണുവിൻ്റെ ഹിന്ദിയിലുള്ള പ്രാവീണ്യത്തിൻ്റെ ഒരു തെളിയിക്കുന്ന വീഡിയോ. നമ്മൾ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതെ അതെ. നമ്മളിപ്പോൾ സ്ഥലത്ത് എഴുതുമ്പോൾ നമുക്ക് അവരായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ. തീർച്ചയായിട്ടും ഈ രാത്രിയിൽ ചിലപ്പോൾ ഈ മരങ്ങൾ നിറച്ച് LED ബൾബൊക്കെയാണ്. അപ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. ये फ्लैट्स के कारण तो उसमें कितने सारे लोग एक साथ रहते हैं, पूरी फैमिली आ जाती है. पहले एक आते हैं, फिर फैमिली आ जाती है, फिर वो पूरा यही बसने लग जाते हैं ना. वैसे तो मुंबई में पूरा एक इंडिया होगा ना, इंडिया से. हाँ, सब है. फॉरेनर्स भी होंगे ना. അതുപോലെ ഇവിടെ ഏതെങ്കിലും ബോളിവുഡ് ഫിലിം സ്റ്റാറുകളുടെ റെസിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അജയ് ദേവ്ഗണിന്റെയും ധർമ്മേന്ദ്ര എന്നീ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്നത് ഇവിടെയാണെന്നും ഷാറൂഖ് ഖാൻ താമസിക്കുന്നത് ഇതിനടുത്ത് തന്നെയുള്ള ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ്. പോകുന്ന വഴിക്ക് അമിതാഭ് ബച്ചന്റെ ഫ്ളാറ്റും കാണിച്ചു വന്നു. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നത് കാണാം. അമിതാഭ് ബച്ചന്റെ വീട്ടിൽ 12 സെക്യൂരിറ്റി ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ ഫ്രണ്ടില്. സെക്യൂരിറ്റിയാണ്, അതുകൊണ്ട് കാണുമായിരിക്കും. ഇന്ത്യയിലെ എല്ലാവിധ ആൾക്കാരെയും ഈ മുംബൈയിൽ കാണാൻ പറ്റും. അതുകൂടാതെ വിദേശികളെയും. അവരൊക്കെ ഇവിടെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നുണ്ട്. പിന്നെ റോഡ് നിയമങ്ങളെപ്പറ്റിയും മഴക്കാലത്തിന്റെ വരവിനെ പറ്റിയും ഈ നഗരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ദീർഘമേറിയ ചർച്ച. ദൂരം വെറും 2.5-3 കിലോമീറ്ററേ ഉള്ളെങ്കിലും ഫുൾ ട്രാഫിക് ബ്ലോക്കിൽ കൂടെ നിരങ്ങിയുള്ള യാത്രയായതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്രയും സമയമായിട്ടും ഇവിടെ ഇരുട്ട് വീണിട്ടില്ല. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒടുവിൽ ബീച്ചിലേക്കുള്ള തിരക്കേറിയ വഴിയിലെത്തി വണ്ടി നിർത്തി ഇറങ്ങുവാണ്. മീറ്ററിൽ കാണിച്ച 54 രൂപയും കൊടുത്ത് ഞങ്ങൾ ജൂഹു ബീച്ചിലേക്ക് നടന്നു പോവുകയാണ്. വണ്ടി തന്നെ ക്രോസിന് കൊണ്ടിട്ടേക്കുന്നു, വണ്ടികൾ പോകാതിരിക്കാനാണ്. ഇതാണ് ജൂഹു ബീച്ചിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്.
നല്ല സന്ധ്യാസമയമാണ്, ചൂടൊക്കെ മാറി നല്ല ക്ലിയർ ടൈമാണ്. അടിപൊളി ബീച്ചാണ് സുഹൃത്തുക്കളെ ഫ്രണ്ടിൽ കാണുന്നത്. ചുവന്നു വരുന്ന ആകാശം, എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല പിങ്ക് കളറിലെ ബോംബെ പൂട ചുരുട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ട രസമുണ്ട്, കളർഫുൾ. ഇഷ്ടംപോലെ കച്ചവടങ്ങൾ, കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഉരുപ്പിടികൾ, ഗെയിം ആക്ടിവിറ്റീസ്. എടാ സമയമേ ഇത്ര ആയെന്ന് പറഞ്ഞിട്ട് സൂര്യാസ്തമയമായിട്ടില്ലയോ? ടൈമായി വരുന്നേ ഉള്ളൂ, കറക്റ്റ് ടൈമാണ്. എനിക്കിപ്പോൾ പല സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ സൺസെറ്റ് കണ്ടത് എൻ്റെ എനിക്ക് ഓർമ്മ വരുന്നതാണ്. കാസർഗോഡ്, കന്യാകുമാരി, കേരളത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ കന്യാകുമാരി, പിന്നെ മറീന ബീച്ച്, പിന്നെ ഇത് ബീച്ചല്ലായിരുന്നോ മറ്റേ നമ്മുടെ കന്യാകുമാരി പോയപ്പോൾ, അല്ല നമ്മുടെ ചെന്നൈ പോയപ്പോൾ ഉണ്ടായിരുന്നു. മൂടാപ്പായിരുന്നു. എടാ ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ നമുക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ കാര്യം ചെന്നൈ ബീച്ച് പോലെ തന്നെ ഭയങ്കര ഹെവി അല്ലേ? നല്ല ഹെവി ബീച്ചാണ് സുഹൃത്തുക്കളെ. ഭയങ്കര രസമുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി. അവിടെ ആണെന്ന് തോന്നുന്നു കുറവ് ആൾക്കാർ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്നിട്ട് ക്യാമറ എടുക്കുന്ന ആൾക്കാർ, ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, ഫോട്ടോ എടുത്തിട്ട് കാശിന് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതെ, സ്ട്രീറ്റ് ലൈറ്റ് വെച്ചേക്കുന്ന പ്രത്യേക രീതി കണ്ടോ? പായ്ക്കപ്പലിൻ്റെ രൂപത്തിൽ ഉള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് മൊത്തം വെച്ചേക്കുന്നത്. കണ്ടോ? അടിപൊളി. നായ്ക്കളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ടുള്ള വീട്ടുകാരും സുഹൃത്തുക്കളും കമിതാക്കളും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഓടുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്. ഇതുപോലെ പായൊക്കെ വിരിച്ച് കണ്ട് വിദേശ രാജ്യങ്ങൾ പോലെ പായൊക്കെ വിരിച്ച് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുന്ന ഇല്ലേ ഫാമിലീസ് ഉണ്ട്. കുറച്ച് അടിപൊളി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ അവിടുത്തെ അത്ര ലൈറ്റ് മണ്ണല്ല അല്ലേ, ഇച്ചിരി ഡാർക്കാണ്. അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ജൂഹു ബീച്ചിൻ്റെ സ്ഥാനം. വെർസോവ എന്ന സ്ഥലം വരെ 6 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ നീളം. വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇവിടം സിനിമാ ചിത്രീകരണത്തിനുള്ള കേന്ദ്രം കൂടിയാണ്. വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും ബീച്ചിൽ പൊതുവെ തിരക്ക് കൂടും. പ്രധാന കവാടത്തിലുള്ള ഫുഡ് കോർട്ട് അതിൻ്റെ മുംബൈ സ്റ്റൈൽ സ്ട്രീറ്റ് ഫുഡിന് പേര് കേട്ടതാണ്. പ്രത്യേകിച്ച് ബേൽപൂരി, പാനിപൂരി, സേവ് പൂരി, ചെറിയ തുകയ്ക്ക് വിനോദസഞ്ചാരികൾക്ക് സന്തോഷയാത്ര വാഗ്ദാനം ചെയ്തിരുന്ന കുതിരവണ്ടികൾ ഇപ്പോൾ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടുന്നുള്ള ബിൽഡിംഗ് ഇവിടുന്ന് അങ്ങോട്ടേ ഈ ബീച്ചിന്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. എത്ര ദൂരെ വരെയാന്ന്. അതെ, അടിപൊളി. നമുക്ക് അവിടെ വരെ പോകണ്ടടാ. ഇവിടെ നടന്ന് എനിക്ക് വയ്യ. സുഹൃത്തുക്കൾ കണ്ടോ ഈ ലൈറ്റുകൾ വെച്ചൊക്കെ നോക്കിയേ. കാണിക്കാം ഈ സൈഡിൽ നിന്ന് കാണിക്കട്ടെ ആദ്യം. ഇവിടെ അങ്ങ് അറ്റം വരെ ഉണ്ട് ഈ സാധനം. ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. സൂര്യൻ തേണ്ട അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയില്ലേ സുഹൃത്തുക്കളേത്? നമ്മൾ അത്രമാത്രം ദൂരത്താണെന്ന് കാണിച്ചു തരാം. ഇത് ഈ ക്യാമറയുടെ സൂമിംഗ് ആണ്, ആക്ഷൻ ക്യാമിൻ്റെ സൂമിംഗ് ആണ്. സൂര്യൻ തേണ്ട അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ സൂര്യാസ്തമയ കാഴ്ച, ബീച്ചിലേക്ക് അസ്തമയ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സൂര്യൻ്റെ കാഴ്ച എത്ര മനോഹരമാണ്. ആ കളർഫുള്ളായ ആകാശവും ഇതുപോലെ ഓരോരുത്തരൊക്കെ വന്ന് പേരൊക്കെ എഴുതൂല്ലേ. ഭയങ്കര രസമുള്ള ബീച്ചിൻ്റെ കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ഇവിടം വരെയൊക്കെ കടൽ തീരന്മാരെ അടിച്ചു കയറുന്നുണ്ട്. തോട്ടറ ഇരുമ്പ് പാലത്തിൻ്റെ അംശം, പഴയ ഇരുമ്പ് പാലം കണ്ട ആ കാണുന്നേ കണ്ടോ? നമ്മുടെ പണ്ട് ആലപ്പുഴ ഉണ്ടായിരുന്ന പോലെ ഇരുമ്പ് പാലത്തിൻ്റെ അംശം കാണുന്നുണ്ട് ദൂരെ. ഇതിനകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഭയങ്കര വൈഡ് ക്യാമറയാണ്. ആ ദൂരെ നടുക്ക് കാണുന്ന കറുത്ത വര പോലെ കാണുന്നത് ഇരുമ്പ് പാലമാണ് കാണുന്നത്. കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ്റെ ഒറ്റ കാഴ്ച മതി ഈ ഷോട്ട് ബ്യൂട്ടിഫുൾ ആവാൻ. അതെ, സൂര്യൻ്റെ അസ്തമയത്തോടെ ആ ദിവസം കഴിയുന്നെങ്കിലും ആ ഒരു മനുഷ്യൻ്റെ ജീവിതം കഴിയുന്നില്ല. പിറ്റേ ദിവസം ഉദയമുണ്ട്. അതെ, നാളത്തെ ഉദയമാണ് ഈ അസ്തമയം സൂചിപ്പിക്കുന്നത്. കേട്ടോ ഈ കടലിനടിക്കുന്ന ഈ കാറ്റൊക്കെ അടിക്കുന്ന പുതിയ ആശയങ്ങൾ നല്ല അടിപൊളി മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമാണ്. പ്ലെയിൻ പോകുന്നുണ്ട്, അത് കാണാൻ ചെറിയ സൂമിങ്ങിലാണ്. പൊടിക്ക് കാണുന്ന പ്ലെയിനാണ് സുഹൃത്തുക്കളെ. വിമാനങ്ങളുടെ പോക്ക് ഇവിടെ സാധാരണ കാഴ്ചയാണ്. കാരണം അടുത്തു തന്നെയുള്ള വിമാനത്താവളത്തിന്റെ റൺവേ 27 നിന്നുള്ള പുറത്തേക്കുള്ള പാതയ്ക്ക് താഴെയാണ് ഈ ബീച്ചുള്ളത്. ഇടയ്ക്കിടെ മുംബൈ വിമാനത്താവളത്തിന്റെ റൺവേ 9 നിന്നുള്ള അകത്തേക്കുള്ള പാതയിലേക്കും വിമാനം വരും. കടൽ തീരത്ത് ഉടനീളം നിരവധി ചെറിയ പ്രവേശന കവാടങ്ങളുണ്ട്. എന്നിരുന്നാലും പ്രധാനവും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതുമായ പ്രവേശന കവാടം നമ്മൾ വന്നു തന്നെയാണെന്ന് തോന്നുന്നു.
നല്ല സ്റ്റേഡിയം ഉണ്ട്. ഓരോ സ്ഥലത്തും വീട്ടിൽ തുടങ്ങി. ഇതാണ് ജൂഹു ബീച്ച്. നമ്മൾ അമിതാഭ് ബച്ചൻ ഇവിടെ കണ്ടില്ലേ സുഹൃത്തുക്കളെ, സൂപ്പറായിരുന്നു. പക്ഷേ ഇതിനത്രയും വരില്ല. തീർന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എത്രമാത്രം ഇറങ്ങാൻ കുറച്ചുകൂടെ പോകാനൊക്കെ പോകുന്നത്. നമ്മൾ വീട്ടിൽ ഇറങ്ങിയ ആഴത്തിലേക്ക് സുഹൃത്തുക്കളെ വേണ്ട ഏതോ ഒരു കമ്പനിയുടെ പൈസ എടുത്ത് വിഷ്ണുവായിട്ട് കളിക്കാൻ പോവാ. കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. അല്ല അതാ എടുക്ക് വേണ്ട കമ്പനിയുടെ പൈസ എടുത്ത് ഇപ്പം തന്നെ കളിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാം ഞാൻ ഓർക്കുക, ഇനി അറ്റത്തുള്ള സാധനം ട്രൈ ചെയ്യുക ഏറ്റവും കൂടുതൽ. അങ്ങോട്ട് വെറുതെ നീക്കിയിട്ട് വെറുതെ തന്നെ കിട്ടിയില്ലെങ്കിലോ. 20 രൂപയ്ക്ക് 10 വളയം വിഷ്ണുവായിട്ട് എറിഞ്ഞ് പൊലിപ്പിക്കാൻ പോവാ. ചൂടെ യെസ്, ഒന്ന് കളി ഒന്നേ നിനക്കുള്ളതായി. അമൂൽ മസ്തി ആയത്തെ കളി. ഓ മൈ ഗാഡ്, ജസ്റ്റ് മിസ്. അങ്ങേറ്റം പോണ്ട, പതുക്കെ ആലോചിച്ച് നോക്കി. ഉള്ളതാട്ട് 20 രൂപയ്ക്ക് ഒരെണ്ണെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ ഒന്നുകൂടെ കളിക്കണമെന്ന്. വേണ്ട ഇത് മതി, ഒറ്റക്കളി ഉള്ളതാട്ട്. ഇത് വിഷ്ണുവിനുള്ളത്. എത്ര രൂപയുടെ ഇത്? നിനക്ക് എൻ്റെ വക. ഇല്ല, നീ കുടിച്ചോ. ഇതിനു വേണ്ടി പരിശ്രമിച്ച് അമൂലിന്റെ കണ്ടോ പരിശ്രമിച്ച് നേടിയിരിക്കുകയാണ്. ഇത് വിഷ്ണുവിന്റെ വിജയമാണ് സുഹൃത്തുക്കളെ, കണ്ടോ? അല്ല, ഇത് കമ്പനിയുടെ വിജയമാണ്. കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയാണ്? അപ്പൊ ബാക്കിയുള്ള പൈസ കമ്പനി വിഷ്ണുവിന് തരുന്നതാണ്. എത്ര രൂപയാണ്? 15 രൂപ. 5 രൂപ കമ്പനിക്ക് ചെലവ്. 20 രൂപ കൊടുത്താലും ഒരു കളിയും കളിച്ചു, ഒരു സാധനവും കിട്ടി, ഗിഫ്റ്റും കിട്ടി. തോണ്ടറ വിമാനം പിന്നെയും പോകുന്നു. ഇതിനു വേണ്ടി വിമാനം വിടുന്ന സുഹൃത്തുക്കളെ. ലസ്സിയ മോര് മോനെ, നീ നിൽക്കുന്നത് കേരളത്തിലല്ല, ലോക്. ഇതാണ് കുസ്താഹേ രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്. मलयालम में क्या? फ्रॉम केरला. हाँ, ट्रैवलिंग कर रहे हैं. कहाँ से आए? केरला से. केरला. तमिल. मलयालम. मैंने कुछ मलयालम தெரியும். അത് തമിഴ്. ഞാൻ തമിഴ്. ഓ, എവിടുന്ന്? ഇങ്ങതാ. മുംബൈ. ഹിന്ദി. ബൈ. സുഹൃത്തുക്കളുടെ അടുത്ത വിമാനം, വീണ്ടും വിമാനം. ഇളകി മറിഞ്ഞ കടലും ചിന്നിച്ചിതറുന്ന തിരമാലകളും തിരകളിൽ കളിക്കുന്ന കുട്ടികളും വിശാലമായ മണൽപ്പരപ്പിൽ നിരക്കുന്ന വലിയ കൂട്ടം ആൾക്കാരും പടിഞ്ഞാറൻ ചക്രവാളത്തിന് മറയുന്ന സൂര്യനും മനോഹരമായ ചെമ്മാനത്തിന്റെയും ഒക്കെ കാഴ്ചകളുമായി ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറയുന്നു. ഇനി രാത്രിയിൽ തിരികെയുള്ള യാത്ര അവശേഷിക്കുന്നു. തുടർന്നുള്ള കാഴ്ചകൾ അടുത്തുള്ള വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.